ഇതിൽ കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പ്രതീക്ഷ നൽകുന്ന വാചകങ്ങളാണ് JP നദ്ദ അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ ജോർജുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ അതിലൊരു വ്യക്തത വരികയും ചെയ്യുമായിരിക്കും. പക്ഷേ ഇവിടെ SUCI, SDPI, ജമാഅത്തെ ഇസ്ലാമി ഈ 3 ടീമുമായി BJP ചേരുമെന്നൊക്കെ MV ഗോവിന്ദൻ പറയുമ്പോൾ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം അങ്ങനെ ഒരു കൂട്ടുചേരൽ അവിടെ സംഭവിക്കുകയില്ല. ഇപ്പോൾ UDF-ഉം ഈ ടീമും തമ്മിൽ ചേർന്നാൽ പോലും BJP-യും ഈ ടീമും തമ്മിൽ ചേരില്ല എന്നുള്ളത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാം. എന്നിട്ടും പാർട്ടി സെക്രട്ടറി അതിലേക്ക് BJP എന്നുകൂടി ചേർക്കുന്നത് എല്ലാവരും ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളാണ് അഗ്രിയുടെ പാർട്ടി, ഞങ്ങളാണ് ഇവിടെ വേദനിച്ചു കൊണ്ടിരിക്കുന്നത്, പാവപ്പെട്ട സർക്കാരിനെ എല്ലാവരും ചേർന്ന് വേട്ടയാടുന്നേ എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാകണം അദ്ദേഹം ഈ മഴവിൽ സഖ്യമെന്ന ഒരു ടേം ഉപയോഗിച്ചത് എന്ന് വേണം കരുതാൻ. കാരണം മഴവിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ണി സാർ പറഞ്ഞതുപോലെ 7 നിറങ്ങൾ ചേർന്നമല്ലോ. അപ്പോൾ 7 എണ്ണത്തിൽ ഒന്നിരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ കൂട്ടിച്ചേർത്തതാകാനേ വഴിയുള്ളൂ. ഇവിടെ അദ്ദേഹം പറയുന്നത് പോലെ മൂർത്തമായ സാഹചര്യവും അമൂർത്തമായ സാഹചര്യവും ഒന്നുമല്ല. ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്ന ഒന്നെന്താണ്, ഇതൊരു ജനാധിപത്യ രീതിയിലുള്ള സമരമാണ്. ശരിയാണ്, ഇടതുപക്ഷമൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് കൃത്യമായ സമരമാണ്. ഇതുപോലെയുള്ള രാപകൽ സമരങ്ങളൊക്കെ ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട്. സോളാർ കാലത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ടുണ്ട്, വളഞ്ഞ് 2 ദിവസം കൊണ്ട് സമരം നിർത്തിയിട്ടുമുണ്ട്. അതെല്ലാം കേരളം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ, പ്രതിഷേധത്തെയൊക്കെ എല്ലാ കാലവും കേരളം കണ്ടിട്ടുള്ളതാണ്. പല സമരങ്ങളും വിജയിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്.